രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ സ്കൂളിനകത്തേക്ക് എത്തിയിട്ടില്ല, കോമ്പൗണ്ടിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആബ്സെന്റ് ആണ്. കുട്ടി സ്കൂളിൽ ക്ലാസ്സിലൊന്നും കയറിയിട്ടില്ല. വൈകുന്നേരമാണോ കുട്ടിയെ കാണാതെ നമ്മൾ അറിയുന്നില്ല? അതെ, ഒരു 6:30 മണിയോടുകൂടിയൊക്കെ കുട്ടി ഈ രക്ഷിതാവിന് വിളിച്ചു, അമ്മയ്ക്ക് വിളിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ഇവിടെ ഏത് ഭാഗത്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി കൃത്യമായിട്ട് എവിടെയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആ ടവർ ലൊക്കേഷൻ നോക്കിയിട്ടാണ് പോലീസുകാർ ഇവിടെ ഈ ഏരിയ ആണെന്ന് കണ്ടെത്തിയത്. ഇവിടെ നിന്നാണ് വൈകുന്നേരം അവസാനം വിളിച്ചിട്ടുള്ളത്? അതെ അതെ, ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുനിന്നാണ് വിളിച്ചതെന്നാണ്. എന്ത് പറഞ്ഞിട്ട് അമ്മയെ വിളിച്ചതെന്ന് പറഞ്ഞിരുന്നു? കുട്ടിയോട് എന്താണ് എങ്ങോട്ട് പോയതാണെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് കുട്ടിയൊന്നും പറയുന്നില്ല. ഞാനിപ്പോ വരും, അധികം വൈകാതെ എത്തും എന്നുള്ള രൂപത്തിലുള്ള മറുപടിയാണ് കൊടുത്തത്. ഇന്നലെ ഈ ഭാഗത്താണ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഇന്നലെ തെരഞ്ഞിട്ടുള്ളൂ. ഇന്നലെ കരുവാരുണ്ട് പോലീസ് അവിടെ വന്നപ്പോൾ ആ പോലീസിന്റെ കൂടെ നമ്മൾ തരാൻ കൂടി. അപ്പോൾ പോലീസ് ലൊക്കേഷൻ ട്രാക്ക് ലൊക്കേഷൻ നോക്കുമ്പോൾ 600 മീറ്ററിനുള്ളിൽ ആ ലൊക്കേഷൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അറിയുന്ന ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ പോലീസുമായിട്ട് ചേർന്നിട്ടാണ് തെരഞ്ഞത്. പക്ഷെ ഞങ്ങൾ ആ ഭാഗങ്ങൾ ഏകദേശം തെരഞ്ഞു കഴിഞ്ഞ് പോലീസുകാരോടൊന്ന് പോയി. അപ്പോഴാണ് അവിടെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് അവിടുത്തെ ഒരാൾ വന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു പയ്യൻ അവിടെ വന്നിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു അവന്റെ കടയുടെ ഓണർ തൊടികപ്പൽ റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് ആക്കിയതാണ്, അവന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് സ്റ്റേഷൻ മാഷ് 10 രൂപയും കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തൊരു സംശയം, പോലീസ് അങ്ങോട്ട് ഓടിയതാണെന്ന് പറഞ്ഞു, പേടിയായിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തൊരു സംശയം കൂടിയപ്പോഴാണ് പിന്നെ ആ നമ്പർ വാങ്ങിയിട്ട് നമ്മൾ കരുവാരുണ്ട് പോലീസിന് ആ നമ്പർ കൈമാറിയത്. എന്റെ പേര് മുർഷിദ്. ഈ പ്രദേശത്ത്? അതെ അതെ, ഈ പ്രദേശത്തിലാണ്. തീർച്ചയായിട്ടും ഇന്നലെ സ്കൂളിലേക്ക് പോകുന്നതാണ് പെൺകുട്ടി. അതിനുശേഷമാണ് പിന്നെ ഈ കുട്ടിയെ കാണാതെയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളിലെ SMC ചെയർമാൻ തന്നെ ഇപ്പോൾ നമ്മളെ എന്തായിരുന്നു പേരെന്തായിരുന്നു? എന്റെ പേര് സച്ചിനു. സ്കൂൾ SMC ചെയർമാൻ. ഇന്നലെ സ്കൂളിലേക്ക് വന്നതാണ് കുട്ടിയല്ലേ? ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ സ്കൂളിനകത്തേക്ക് എത്തിയിട്ടില്ല, കോമ്പൗണ്ടിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആബ്സെന്റ് ആണ്. കുട്ടി സ്കൂളിൽ ക്ലാസ്സിലൊന്നും കയറിയിട്ടില്ല. വൈകുന്നേരമാണോ കുട്ടിയെ കാണാതെ നമ്മൾ അറിയുന്നില്ല? അതെ, ഒരു 6:30 മണിയോടുകൂടിയൊക്കെ കുട്ടി ഈ രക്ഷിതാവിന് വിളിച്ചു, അമ്മയ്ക്ക് വിളിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ഇവിടെ ഏത് ഭാഗത്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി കൃത്യമായിട്ട് എവിടെയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആ ടവർ ലൊക്കേഷൻ നോക്കിയിട്ടാണ് പോലീസുകാർ ഇവിടെ ഈ ഏരിയ ആണെന്ന് കണ്ടെത്തിയത്. ഇവിടെ നിന്നാണ് വൈകുന്നേരം അവസാനം വിളിച്ചിട്ടുള്ളത്? അതെ അതെ, ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുനിന്നാണ് വിളിച്ചതെന്നാണ്. എന്ത് പറഞ്ഞിട്ട് അമ്മയെ വിളിച്ചതെന്ന് പറഞ്ഞിരുന്നു? കുട്ടിയോട് എന്താണ് എങ്ങോട്ട് പോയതാണെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് കുട്ടിയൊന്നും പറയുന്നില്ല. ഞാനിപ്പോ വരും, അധികം വൈകാതെ എത്തും എന്നുള്ള രൂപത്തിലുള്ള മറുപടിയാണ് കൊടുത്തത്. അപ്പൊ ഈ മറ്റൊരു കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ കുട്ടിയുള്ളതായിട്ട് അറിവുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ അതായത് ഒരു ആൺസുഹൃത്ത് ആൺസുഹൃത്ത് ഉണ്ട് എന്നുള്ളത് ഇവർക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇതിനു മുമ്പും ഇതേപോലൊരു ഇഷ്യൂ ഈ കുട്ടിയുമായി ചേർത്ത് വന്ന് പോലീസിന്റെ ഇടയിലേക്ക് എത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്കൊരു സംശയം തോന്നിയതിന്റെ പേരിലാണ് ഈ കുട്ടിയുടെ വീട്ടിൽ പോവുകയും ചെന്ന് നോക്കുമ്പോൾ കുട്ടി അവിടെ ഉണ്ട്, കുട്ടി ആൺസുഹൃത്ത് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കുട്ടിക്ക് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടായിരുന്നു? അതറിയാൻ പറ്റിയില്ല. രക്ഷിതാവ് പറയുന്ന കുട്ടി അവർക്ക് ഫോണില്ല എന്നുള്ളതാണ്. വേറെ ആളുടെ ഫോൺ വേറെ ഒരു നമ്പറാണ് എന്നാണ് പറയുന്നത്. ആ നമ്പർ ട്രേസ് ചെയ്താണ് പോലീസ് ഇങ്ങോട്ട് ഈ ഏരിയയിലേക്ക് എത്തുന്നത്. ആ പയ്യൻ കൂടെ ഉണ്ടായിരുന്നോ? എങ്ങനെ ഇന്നാണ് പോലീസിന്റെ കൂടെ വരുന്നത്. ഇന്നലെ ഈ ഭാഗത്തേക്ക് പോലീസിന്റെ കൂടെ പയ്യനെ കൊണ്ടുവന്നിട്ട് അവർ ഒരുമിച്ച് വന്നെന്നാണ് പറയുന്നത്. അതെ 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 അതെ, അവര് റെയിൽവേ ട്രാക്ക് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞത് റെയിൽവേ ട്രാക്കിലൂടെ ഈ ഭാഗം വരെ നടന്നു പോന്നിട്ടുണ്ട്. പിന്നെ അവൻ പലതരത്തിലുള്ള കഥകൾ മെനഞ്ഞിട്ടുണ്ട്, പലതരത്തിലുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ഈ റെയിൽവേ ട്രാക്കിലൂടെ ഞങ്ങൾ രണ്ടുപേരും നടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ കുട്ടിയെ ഒരു ട്രെയിൻ വരികയും 2 സൈഡിലേക്കായി ഞങ്ങൾ മാറുകയും ആ ഒരു സൈഡിൽ നിന്ന് കുട്ടി മാറുകയും ചെയ്തു.